കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതയുടെ കുടുംബത്തിന് ജപ്തി ഭീഷണി എന്ന പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്. ബാളിയൂർ മീഞ്ച സ്വദേശി തീർത്ഥയുടെ വീട്ടിൽ ബാങ്ക് നോട്ടീസ് പതിച്ചു. ഫെബ്രുവരി 10-നുള്ളിൽ 5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. കാസർഗോഡ് അരുൺ, ഏത് ബാങ്കാണ് ഇവരുടെ സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഈ നടപടിയിലേക്ക് പോകുന്നത്? ഇതിൽ ജനപ്രതിനിധികൾ, MLA ഇവരൊക്കെ ഇടപെടേണ്ടതാണല്ലോ. കാരണം ആ മേഖലയിലെ ജനങ്ങളുടേത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയും സാമ്പത്തിക ആരോഗ്യ പ്രശ്നങ്ങളുമാണ്. അത് കണ്ടില്ല എന്ന് നടിച്ചാണോ ഈ ജപ്തി നോട്ടീസ് അവരുടെ ഭിത്തിയിൽ പതിച്ചിട്ട് പോയിരിക്കുന്നത്? വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇതാണ് തീർത്ഥയുടെ വീട്. തീർത്ഥയുടെ വീടിന് മുന്നിൽ സ്ഥാപിച്ച കേരള ഗ്രാമീൺ ബാങ്ക് മിയാപ്പദവ് ശാഖ, അതാണ് സ്ഥാപിച്ച ജപ്തി നോട്ടീസാണ്. സ്ഥലവും വിൽപ്പനയ്ക്ക്, ഈ സ്ഥലവും ഇതിലുള്ള ബിൽഡിങ്ങും നിയമപ്രകാരം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ അധീനതയിലുള്ളതാകുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ബാങ്ക് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 10 വരെയാണ് ഇവർക്ക് സമയം നൽകിയിരിക്കുന്നത്. 2014 ഇവർ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. 2.5 ലക്ഷം രൂപയാണ് ലോൺ എടുക്കുന്നത്. കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ വീടിൻ്റെ പണിക്ക് വേണ്ടിയുമായിരുന്നു ലോൺ എടുത്തത്. 2019 വരെ 1.5 ലക്ഷം രൂപയോളം തിരിച്ചടച്ചു. തുടർന്ന് സാമ്പത്തിക ബാധ്യതയുണ്ടായി, തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നു. കാരണം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ചികിത്സ പോലുള്ള കാര്യങ്ങൾക്ക് വലിയൊരു തുക ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ പിതാവ് കൂലിപ്പണിക്കാരനാണ്. കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തേണ്ട ആവശ്യമുള്ളതിനാൽ ഈ ബാങ്കിൻ്റെ ലോണ് തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ഇതാ ബാങ്ക് നോട്ടീസ് പതിച്ചിരിക്കുന്നു. ഒപ്പം ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. ഈ ബിൽഡിങ്ങും അതുപോലെ തന്നെ ഇവരുടെ 6 സെൻറ്റ് സ്ഥലവും അത് ബാങ്കിൻ്റെ അധീനതയിലാണ്, ബാങ്കിൻ്റെ കീഴിലാണ് എന്നാണ് ബാങ്ക് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ സ്ഥലം ലേലം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ മാതാവ് ബീന നമുക്കൊപ്പം ചേരുകയാണ്. ചേച്ചി, എപ്പോഴാണ് ലോൺ എടുത്തത്? 2014 2 ലക്ഷം രൂപ ലോൺ എടുത്താണ്. ഞങ്ങൾ 2019 അടച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടയ്ക്കാൻ പറ്റില്ല. ഈ കൊറോണയുടെ കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 6 മാസത്തോളം പെൻഡിങ്ങിലായി കഴിഞ്ഞപ്പോൾ അവർ അടയ്ക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ പെൻഡിങ്ങിലായ പൈസ മൊത്തം അടയ്ക്കണമെന്ന്. അപ്പോൾ അന്നേരം ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. ഈ പണിയില്ലാതിരിക്കുന്ന സമയത്ത് ഒത്തിരി പൈസ അടയ്ക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അന്നേരം ഞങ്ങൾ പിന്നെ അടയ്ക്കാമെന്നും പറഞ്ഞിങ്ങ് പോയിരുന്നു. പിന്നെ അതങ്ങനെ നീണ്ടു പോയതാണ്. ലാസ്റ്റ് ഒരു കൊല്ലം മുമ്പ് അവർ പറഞ്ഞത് എന്തായാലും അടച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇറക്കി വിടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം അടയ്ക്കാൻ വേണ്ടി പോയി. 1.25 ലക്ഷം ഉണ്ടായിരുന്നു അന്നേരം. അപ്പോൾ ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ അടച്ചിട്ട് ബാക്കി 75,000 ഞാൻ 2 തവണയായിട്ട് അടച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പറ്റിയല്ല, ഒന്നിച്ചടയ്ക്കണം, ഒന്നിച്ചടക്കില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല, പിന്നെ നിങ്ങൾ ഇറക്കി വിട്ടുമെന്ന് പറയരുതെന്ന് പറഞ്ഞു. ഇപ്പം പറയുന്നത് ഈ നോട്ടീസ് കൊണ്ട് അവർ ആ ബോർഡ് വലിച്ചു കെട്ടിയിട്ട് അവർ പറഞ്ഞു ഫുള്ളും അടയ്ക്കണമെന്ന്. 2.5 ലക്ഷം രൂപ ഫുള്ളും അടച്ചാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. 2.5 ലക്ഷം രൂപ അടച്ചാൽ നമുക്ക് പുതുക്കിയെടുക്കാം. പക്ഷെ നമ്മുടെ കയ്യിൽ 2 ലക്ഷം രൂപ ഇല്ലല്ലോ, ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അവർ പറഞ്ഞു ഇല്ലെങ്കിൽ ഒരു ബാങ്ക് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞേ. പിന്നെ അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. കുട്ടിയുടെ അച്ഛൻ എന്താ ജോലി? ഡ്രൈവറാണ്, ലോറിയുടെ ഡ്രൈവറാണ്. പുള്ളിക്ക് എല്ലാ ദിവസമൊന്നും പണി ഉണ്ടാവില്ല. ഇപ്പോൾ ചൂട് കൂടുമ്പോഴും മഴ കൂടുമ്പോഴും ഒക്കെ അവർ പണിയൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ആഴ്ച 2-3 പണിയൊക്കെ കിട്ടിയെങ്കിലേ ഉള്ളൂ. ആ പണിയും കൂടെ നമുക്ക് ഇതെല്ലാം കൂടെ നടക്കുകയില്ല. അങ്ങനെ ഇത് പെൻഡിങ്ങിലായത് തന്നെ. ഇപ്പോൾ ഇവിടുന്ന് ഇറക്കി വിട്ട് നമുക്ക് പോകാൻ വേറെ സ്ഥലമില്ല. വിജയകുമാർ, അത് തന്നെയാണ് നമുക്ക് ഈ വീടിൻ്റെ അവസ്ഥ ഒന്ന് കാണാം. കാരണം ഈ കുടുംബം വലിയ രീതിയിൽ മനോവിഷമത്തിലാണ്. ബാങ്ക് ഇതൊന്നും കണ്ടിട്ടില്ല. ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ വലിയ തുക ഇവർക്ക് ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്. വീടിൻ്റെ പണിക്ക് വേണ്ടിയാണ് 2.5 ലക്ഷം രൂപ ഇവർ എടുത്തത്. അതിനുശേഷം കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം ചിലവാകുന്നു. നമുക്ക് ഈ വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഒന്ന് കാണാം. അതൊന്നും ഒന്ന് വൃത്തിയാക്കുന്നതിന് പോലും അവർക്ക് സാധിച്ചിട്ടില്ല. കാരണം ആ പണം കൊണ്ട് അതിന് തികഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം ഉപയോഗിക്കേണ്ടി വന്നു. പല റൂമുകളിലൊന്നും വാതിലില്ല, ജനലില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പല റൂമുകളും തേക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഈ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ബാങ്ക് ഇത്ര ക്രൂരമായ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഫെബ്രുവരി 10-നകം ഈ പണം തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്ക് പറയുന്നത്. 2.5 ലക്ഷം രൂപയെങ്കിലും ഇവർക്ക് അടയ്ക്കാൻ സാധിച്ചാൽ ഈ ലോണ് പുതുക്കി എടുക്കാൻ സാധിക്കും. പക്ഷേ അതിനുപോലും കഴിയാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശരി അരുൺ,